വെൽക്കം ടു ബീന സീക്രട്ട് ഫ്ലേവേഴ്സ്. രാവിലെ എണീറ്റാലുടൻ ഇന്ന് എന്തുണ്ടാക്കുമെന്ന് ആലോചിച്ച് തല പുകയുമ്പോൾ നമ്മൾ എളുപ്പത്തിൽ സെലക്ട് ചെയ്യുന്ന ഒന്നാണ് ഉപ്പുമാവ്. പക്ഷേ മിക്കവാറും കുട്ടികൾക്ക് ഉപ്പുമാവ് അശേഷം ഇഷ്ടമല്ല. പക്ഷേ അവർക്കെല്ലാം ഇഷ്ടപ്പെടുന്ന ഒരു സ്പെഷ്യൽ ഉപ്പുമാവുമായിട്ടാണ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ റെസിപ്പിയിലേക്ക് പോയാലോ? ഇനി ഇതിന് വേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു ക്യാരറ്റും 5-6 ബീൻസും ചെറുതായിട്ട് അരിഞ്ഞത്. ഞാനിവിടെ ചോപ്പറിലാണ് അരിഞ്ഞത്. തീരെ ചെറുതാകാതെ നോക്കണം. ഒരു വലിയ സവാള ചെറുതായി അരിഞ്ഞത്, 3 പച്ചമുളക് അരിഞ്ഞത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കൊത്തി അരിഞ്ഞത്, 1/4 കപ്പ് ഫ്രോസൺ ഗ്രീൻ പീസ് ഉപ്പിട്ട് വേവിച്ചത്, 200 ഗ്രാം റവ, അല്പം നെയ്യ്, താളിക്കാൻ ആവശ്യമായ വറ്റൽമുളകും കറിവേപ്പിലയും 1 ടേബിൾ സ്പൂൺ ഉഴുന്നും. അവസാനം വറുത്തിടാനായി കുറച്ച് അണ്ടിപ്പരിപ്പ്, കിസ്മിസ്, കപ്പലണ്ടി ഇത്രയും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തയ്യാറാക്കുന്ന വിധം എങ്ങനെയെന്ന് നോക്കാം. ആദ്യം തന്നെ ഒരു ചീനിച്ചട്ടിയിൽ റവ ഇട്ട് ചെറുതായി വറുത്തെടുക്കണം. റവ ഒരുപാട് മൂത്ത് ബ്രൗൺ കളറൊന്നും ആകണ്ട. എങ്കിലും 2 മിനിറ്റ് നേരം കരിഞ്ഞു പോകാതെ തുടർച്ചയായിട്ട് ഇളക്കി മാറ്റി വാങ്ങി വയ്ക്കുക. ഫ്ലെയിം മീഡിയത്തിൽ തന്നെ ആയിരിക്കും. ഇനി നമുക്ക് കടായി സ്റ്റൗവിൽ വെച്ച് തീ കത്തിക്കാം. പാത്രം ചൂടായി വരുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ സൺഫ്ലവർ ഓയിലും ഉപയോഗിക്കാവുന്നതാണ്. എണ്ണ ചൂടായി വരുമ്പോൾ കടുകിട്ട് പൊട്ടിക്കാം. ഫ്ലെയിം മീഡിയമായി തന്നെ ഇരിക്കാൻ ശ്രദ്ധിക്കണം. ഇതോടൊപ്പം തന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഉഴുന്ന് ഇട്ട് കൊടുക്കാം. നന്നായി ഇളക്കി കൊടുക്കണം. ഉഴുന്ന് കരിഞ്ഞു പോകാതെ ഏകദേശം ചുവന്ന് വരുമ്പോൾ നമുക്ക് ബാക്കി വെച്ചിരിക്കുന്ന കറിവേപ്പിലയും പച്ചമുളകും ഇട്ട് കൊടുക്കാം. വീണ്ടും ഇളക്കി കൊടുക്കുക. ഇത് മൂത്ത് വരുന്ന ഉടൻ തന്നെ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന കൊത്തിയരിഞ്ഞ ഇഞ്ചി ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കി അതോടൊപ്പം തന്നെ സവാള, പച്ചമുളക് എന്നിവ ഓരോന്നായി ഇട്ട് കൊടുത്ത് ചെറുതീയിൽ ഇളക്കിക്കൊണ്ടിരിക്കണം. 1 മിനിറ്റ് ഇളക്കിയ ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റും ബീൻസും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇത് ചെറുതീയിൽ വെച്ച് 2 മിനിറ്റ് തുടർച്ചയായി ഇളക്കണം. അതിനുശേഷം നമ്മൾ വളരെ കുറഞ്ഞ അളവിൽ മാത്രം ഉപ്പിട്ട് കൊടുക്കാവുന്നതാണ്. ബാക്കി ഉപ്പ് നമ്മൾ പിന്നീടാണ് ചേർക്കുന്നത്. ഇനി നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഗ്രീൻ പീസ് ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. ഗ്രീൻ പീസും നമ്മൾ ഉപ്പിട്ടാണ് വേവിച്ചിരിക്കുന്നത് എന്നുള്ളത് മറക്കാൻ പാടില്ല. ഇപ്പോൾ നമ്മുടെ പച്ചക്കറികളെല്ലാം ഏറെക്കുറെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനാവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. ഞാനിവിടെ എടുത്തു വച്ചിരിക്കുന്നത് 500 ml വെള്ളമാണ്. അത് നമുക്ക് കുറച്ചായിട്ട് ഒഴിച്ച് കൊടുക്കാം. വെള്ളം ഒഴിച്ച് കഴിയുമ്പോൾ സ്റ്റൗവിൻ്റെ ഫ്ലെയിം അല്പം കൂട്ടി വയ്ക്കാവുന്നതാണ്. ഇനി നന്നായി ഒന്നുകൂടി ഇളക്കി കൊടുക്കുക. ഇനി ഇതിലൊരു തിള വരാൻ വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യണം. അപ്പോൾ കുറച്ച് ഉപ്പ് കൂടി നമ്മളിപ്പോൾ ചേർക്കുകയാണ്. ഇത് ഉപ്പുമാവിന് ആവശ്യമായ ഉപ്പാണ്. നേരത്തെ പച്ചക്കറികളിലെല്ലാം നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നന്നായി ഒന്ന് ഇളക്കുക. നമുക്ക് തിള വരുന്നത് നോക്കിയിരിക്കാം. ഇപ്പോഴിതാ ഏകദേശം ചെറുതായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. റവ ഇട്ട് കൊടുക്കുന്നതിന് മുമ്പ് നന്നായിട്ട് തിള വരേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ നമുക്കൊന്നുകൂടി ഇളക്കി കൊടുത്തിട്ട് ഇനി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന 200 ഗ്രാം റവ കുറേശ്ശെ ഇട്ട് കൊടുക്കാം. കുറേശ്ശെ ഇടാൻ പാടുള്ളൂ. ഒരുമിച്ചിട്ട് കഴിഞ്ഞാൽ ഇത് കട്ട പിടിച്ച് കഴിക്കാൻ പറ്റാത്ത അവസ്ഥയിലാകും. അപ്പോൾ ചെറുതീയിൽ ഇളക്കി നന്നായിട്ട് മിക്സ് ചെയ്ത് കട്ട കെട്ടാതെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഇതിൽ വെള്ളം വറ്റുന്നത് വരെ. നമ്മൾ നേരത്തെ തന്നെ വറുത്ത് വെച്ചിരിക്കുന്ന റവ ആയതുകൊണ്ട് അധികം വേകേണ്ട ആവശ്യമൊന്നുമില്ല. വെള്ളം പെട്ടെന്ന് തന്നെ വറ്റും. അപ്പോൾ നമ്മൾ നന്നായിട്ട് ഇളക്കി വെള്ളം പൂർണ്ണമായിട്ടും വറ്റുന്നത് വരെ കട്ട കെട്ടാതെ ഇതിനെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. ഇപ്പോൾ നമ്മുടെ ഉപ്മാവ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കൊന്ന് ഉടച്ചു കൊടുത്താൽ അല്പവും കട്ട കെട്ടാതെ വരും. അപ്പോൾ ഇന്നത്തെ ഉപ്മാവ് നമുക്ക് ഒട്ടും കട്ടയില്ലാതെ നമ്മൾ ഉദ്ദേശിച്ച പോലെ നല്ല രീതിക്ക് തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഉപ്മാവ് റെഡിയായി കഴിഞ്ഞ് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് ഇങ്ങോട്ട് മാറ്റി വയ്ക്കാം. അതിനുശേഷം ഒരു ചെറിയ ചീനിച്ചട്ടി അടുപ്പിൽ വെച്ചിട്ട് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന നെയ്യ് ഒരല്പം ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ തന്നെ അവസാനം വറുത്തിടാൻ വേണ്ടി വെച്ചിരുന്ന കപ്പലണ്ടി, അണ്ടിപ്പരിപ്പ് ഇത് രണ്ടും ഇട്ട് കൊടുക്കാം.
നെയ്യിലാണ് നമ്മൾ മൂപ്പിക്കുന്നത്. ചെറിയ തീയിൽ വെച്ച് അല്പനേരം ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ ഇത് നല്ല മൂത്ത് വരും. ഇത് പകുതി മൂത്ത് വരുമ്പോഴേക്കും നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന മുന്തിരിങ്ങ കൂടി ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ചുവന്ന് വരുന്നതാണ്. അപ്പോൾ നമുക്ക് ചുവന്ന് വന്ന് കഴിയുമ്പോഴേക്കും സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഉപ്പുമാവിലേക്ക് ഇത് ഒഴിച്ച് കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് ഉപ്പുമാവിൻ്റെ മൂടി തുറന്ന് ഈ വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും മുന്തിരിയും കപ്പലണ്ടിയും എല്ലാം അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനൊരല്പം ബാക്കി വെച്ചിട്ടുണ്ട് അവസാനം ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടി. ഇനി അടച്ചു വെച്ചിരിക്കുന്ന ഈ ഉപ്പുമാവിൽ നമ്മളിത് ഒഴിച്ചപ്പോൾ നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. നമുക്കിതിനെ ഒന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ കുറച്ച് നേരം അടച്ചു വെച്ചപ്പോൾ ഉപ്പുമാവ് ഒന്നുകൂടി സോഫ്റ്റായി വന്നിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി വേണമെങ്കിൽ ഈ സമയത്ത് അല്പം നെയ്യ് കൂടെ നിങ്ങൾക്ക് ചേർക്കാം, കുട്ടികളുടെ ഇഷ്ടം പോലെ. അപ്പം നന്നായിട്ടൊന്ന് ഇളക്കി അടച്ചു വെക്കാം. ഇത് പഴമോ പപ്പടമോ ഒക്കെ കൂട്ടി കഴിക്കാൻ നല്ല രുചിയാണ്.